ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ന്യൂ ഇയർ ആയ ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെയ്പത്തിരിയുടെ റെസിപ്പിയാണ്. നെയ്പത്തിരി എന്ന് പറഞ്ഞാൽ അരി അരക്കുക, കുതിർത്ത് വെക്കുക ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി നമുക്ക് നെയ്പത്തൽ ഉണ്ടാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് വൈറ്റ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ചോസണ്ടാണ് ഞാനെടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയുണ്ട്, ഞാനിതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ എനിക്കറിയില്ല. ഞാൻ പൊതുവേ ഏത് ബ്രാൻഡാണ് എൻ്റെ കയ്യിലുള്ളത് അതിനനുസരിച്ചാണ് എടുക്കാറുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 2 കപ്പ് പുട്ടുപൊടിയിലേക്ക് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ വേണം. ഇനി നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതവിടെ റെസ്റ്റായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഫെനൽ സീഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 10 to 15 വരെ ചെറിയ ഉള്ളി. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഹാഫ് വലിയ ഉള്ളി എടുത്താൽ മതിയാവും. പക്ഷേ ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് ചതച്ചെടുത്താൽ മതി. വെള്ളം ഒട്ടും ചേർക്കരുത്, നന്നായിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇത് ചതച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒരു അത്യാവശ്യം ഒന്ന് ചതച്ചെടുത്താൽ മതി. പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതവിടെ മാറ്റി വെക്കാം. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച പൊടി എടുത്തിട്ട് നമുക്ക് കയ്യിൽ തട്ടാൻ പറ്റുന്ന ചൂടാണെങ്കിൽ മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഉറച്ച പോലെ തോന്നും, അങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കാതെ വെച്ചതല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അല്ലാതെ വേറൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് കയ്യിൽ തട്ടാൻ പറ്റിയ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് വെള്ളം അവിടെ ഗ്യാസിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണമെന്ന് മാത്രം. കാരണം ആദ്യം തന്നെ നമ്മൾ ഒന്നായിട്ട് ഒഴിച്ച് കൊടുത്താൽ പൊടിയിൽ വെള്ളം ഏറിപ്പോവും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും കുഴച്ചെടുക്കാനൊക്കെ. പിന്നെ വീണ്ടും കുറേ പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം തന്നെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുഴച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ, തേങ്ങയുടെ കൂട്ട്, ആ കൂട്ട് കൂടി ഇതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കുമ്പോൾ അത്ര തന്നെ ടൈറ്റായിട്ടല്ല, കുറച്ചുകൂടി ഒന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് വേണം. അപ്പോൾ ഞാനിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ കൂട്ടിൽ കുറഞ്ഞൊരു നനവുള്ളത് കൊണ്ടിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടും. നമുക്ക് പത്തിരിയുടെ അത്ര തന്നെ ടൈറ്റായി കിട്ടരുത്, കുറച്ച് ലൂസ് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലായിടത്തേക്കും തേങ്ങയുടെ എല്ലാ മിക്സും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതാ നന്നായിട്ട് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണോ, പത്തിരി മാവ് പോലെ തന്നെ ആണ് എങ്കിലും കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് നെയ്പത്തിരി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ മാവൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നെയ്പത്തിരി റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വെച്ച് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ വാഴയിലായാലും മതിയാവും. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. വെളിച്ചെണ്ണ ആവട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വലിപ്പമുള്ള നെയ്പത്തിരി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഉരുളകളാക്കിയെടുത്ത് കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. റൗണ്ട് ഷേപ്പിൽ നമുക്ക് എത്രത്തോളം റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഷേപ്പാക്കിയെടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലുതാക്കിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പുറത്ത് പണിക്കാരുണ്ട്, അവർക്ക് ചായ കൊടുക്കുന്ന ടൈം കഴിഞ്ഞു.
അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുറച്ച് വലിപ്പം കൂടുതലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കി നെയ്പ്പത്തിരിയും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എന്നതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ നെയ്പ്പത്തിരിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക, അമർത്തി കൊടുക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ഉഷാറായിട്ട് തന്നെ പൊങ്ങി വരും. വിണ്ട് കീറുക ഒന്നും ചെയ്യൂല. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നിടത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ല സോഫ്റ്റായിട്ട് നല്ല ആ ഒരു സ്ട്രക്ചറിൽ തന്നെ കുഴച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. വിണ്ട് കീറൊന്നും ചെയ്യാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗം ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഭാഗം കൂടെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കോരിയെടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്തിരി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായി. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേ രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി നെയ്പ്പത്തിരികൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആദ്യം അരി കുതിർത്ത് വെക്കണം, പിന്നെ അരച്ചെടുക്കണം. ഒരുപാട് പണിയുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പണിയില്ലാതെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണും വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.